എല്ലാവർക്കും സ്വാഗതം. 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണികൾ അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണിത്. പാർട്ട് 1 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് പേജ് നമ്പർ 15 ടോപ്പിൽ കിടക്കുന്ന പ്രോബ്ലംസ് ആയിരുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 15 തന്നെ ബോട്ടം പോർഷനിൽ കിടക്കുന്ന പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് വിടാം. ഓക്കെ, ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യത്തെ 5 ടേംസും കണ്ടുപിടിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ടേം 34 ആണ്, സിക്സ്ത് ടേം 67 ആണ്. ഓക്കെ, തേർഡ് ടേം നമ്മൾ T3 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുക, അത് എത്രയാണ്? 34 ആണ്. സിക്സ്ത് ടേം അതായത് T6 ആണ് റെപ്രസെൻറ്റ് ചെയ്യുക, അത് എത്രയാണ്? 67 ആണ്. ഓക്കെ, അതായത് നമുക്കൊന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ടേം തന്നിട്ടില്ല, സെക്കൻഡ് ടേം തന്നിട്ടില്ല, തേർഡ് ടേം ആണ് 34. ഓക്കെ, ഫോർത്ത് ടേം തന്നിട്ടില്ല, ഫിഫ്ത്ത് ടേം തന്നിട്ടില്ല, സിക്സ്ത് ടേം ആണ് 67. ഓക്കെ, അതായത് T1 അറിയില്ല, T2 അറിയില്ല, T3 തന്നിട്ടുണ്ട്, T4 അറിയില്ല, T5 അറിയില്ല. ഓക്കെ, T6 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, രണ്ടോ അതിൽ കൂടുതലോ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അല്ലേ, കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ രണ്ടോ അതിൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മളൊരു മെത്തേഡ് പഠിച്ചിരുന്നു. അല്ലേ, അതെന്തായിരുന്നു? D = ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നായിരുന്നു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടോ അതിൽ കൂടുതലോ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചിട്ട് ഈ ടേമിൽ നിന്ന് ഈ ടൈം കുറച്ചാൽ ഇത് കിട്ടും. അല്ലേ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടി കഴിഞ്ഞാൽ ഈ ടൈം കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, അത് ടേം ഡിഫറൻസ് ആണ് എടുക്കുന്നത്. ടേമുകളുടെ ഡിഫറൻസ് എടുക്കണമെങ്കിൽ ആദ്യം ഹയസ്റ്റ് പൊസിഷൻ ഏതാണെന്ന് അറിയണം. അവിടുത്തെ ടേമിൽ നിന്ന് വേണം ലോവസ്റ്റ് പൊസിഷനിലുള്ള ടൈം കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് പൊസിഷൻ 6 ആയതുകൊണ്ട് അവിടുത്തെ ടൈം എത്രയാണ്? 67 മൈനസ്, ഓക്കെ, ലോവസ്റ്റ് പൊസിഷൻ 3 ആയതുകൊണ്ട് അവിടുത്തെ ടൈം എത്രയാണ്? 34. ഓക്കെ, ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പൊസിഷൻ എന്ന് പറയുമ്പോൾ 6 മൈനസ് 3 അല്ലേ, സിക്സ്ത് പൊസിഷൻ മൈനസ് തേർഡ് പൊസിഷൻ. ഓക്കെ, അപ്പോൾ 6 മൈനസ് 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ നോക്കാം. 67 നിന്ന് 34 പോയാൽ 33 ആണ്, ഡിവൈഡ് ബൈ 3 വരും. ഓക്കെ, അപ്പം ആൻസർ എത്ര വരും? ഓക്കെ, 11 എന്ന് കിട്ടും. ഓക്കെ, അതായത് കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി എത്രയാണ്? 11. ഓക്കെ, അപ്പോൾ നമുക്ക് ആ സീരീസ് എഴുതാൻ പറ്റുമോ നോക്കാം. ഫസ്റ്റ് 5 ടേംസ് അല്ലേ എഴുതാൻ പറഞ്ഞാൽ, ഫസ്റ്റ് 5 ടേംസ് ഈസ് ഈക്വൽ ടു, ഫസ്റ്റ് ടൈം നമുക്കറിയില്ല, സെക്കൻഡ് ടൈം അറിയില്ല, തേർഡ് ടൈം എത്രയാണ്? 34 ആണ്, ഫോർത്ത് ടൈം അറിയില്ല, ഫിഫ്ത്ത് ടൈം അറിയില്ല, സിക്സ്ത് ടൈം എത്രയാണ്? 67 ആണ്. ഓക്കെ, അപ്പോൾ 11 ആണ് കോമൺ ഡിഫറൻസ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 ടൈംസ് കണ്ടുപിടിക്കണം. ഓക്കെ, അതായത് 34ൽ നിന്ന് 11 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 45 കിട്ടും. ഓക്കെ, 45ൽ നിന്ന് വീണ്ടും 11 ആഡ് ചെയ്താൽ എത്ര കിട്ടും? 56 കിട്ടും. ഓക്കെ, ഇനി ബാക്കിലോട്ടാണ്. ഓക്കെ, അപ്പം കുറയ്ക്കണം അല്ലേ. 34ൽ നിന്ന് 11 കുറച്ചാൽ 23 ആണ് കിട്ടുക. ഓക്കെ, 23ൽ നിന്ന് വീണ്ടും 11 കുറച്ചാൽ 12 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 ടൈംസ് എടുത്ത് എഴുതണമെങ്കിൽ 12, 23, 34, 45, 56 ഫസ്റ്റ് 5 ടൈംസ് ആയി. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. തേർഡ് ടൈം 43. ഓക്കെ, T3 ആണ് 43. ഓക്കെ, സിക്സ്ത് ടൈം T6 ആണ് 76. ഓക്കെ, അപ്പോൾ ആദ്യം D കണ്ടുപിടിക്കണം. D കണ്ടുപിടിക്കുക എന്താണ്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ, ടേം ഡിഫറൻസ് പറയുമ്പോൾ 76, സിക്സ്ത് പൊസിഷൻ ഹയർ. ഓക്കെ, അപ്പോൾ 76 മൈനസ്, ഓക്കെ, ഇതാണ് പൊസിഷൻ, ഇതാണ് ടൈം. ഓക്കെ, അപ്പോൾ 76 മൈനസ് 43 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ, 6 മൈനസ് 3 അല്ലേ, 6 മൈനസ് 3. ഓക്കെ, 76 മൈനസ് 43 എന്ന് പറഞ്ഞാൽ 33 ആണ് ആൻസർ. ഡിവൈഡ് ബൈ 3 തന്നെ വരും. അവിടെയും കോമൺ ഡിഫറൻസ് കഴിഞ്ഞ പ്രോബ്ലത്തിലെ പോലെ തന്നെ എത്ര കിട്ടും? 11 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് സീക്വൻസ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ടൈം അറിയില്ല, സെക്കൻഡ് ടൈം അറിയില്ല, തേർഡ് ടൈം 43 ആണ്, ഫോർത്ത് ടൈം അറിയില്ല, ഫിഫ്ത്ത് ടൈം അറിയില്ല, സിക്സ്ത് ടൈം 76 ആണ്. ഓക്കെ, അപ്പോൾ ഇതാൻ കിട്ടിയാൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബാക്കിലോട്ട് കൗണ്ട് ചെയ്യുക അല്ലേ. അതായത് 76 ആണ്, അവിടുന്ന് 11 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 65 കിട്ടും. 65ൽ നിന്ന് വീണ്ടും 11 കുറയ്ക്കുക, എത്ര കിട്ടും? 54 കിട്ടും. 54ൽ നിന്ന് 11 കുറച്ചാൽ 43 ആണ്, കറക്റ്റാണ്. അപ്പം ഓക്കെ, അപ്പം 43ൽ നിന്ന് വീണ്ടും 11 കുറയ്ക്കുക, എത്ര കിട്ടും? 32 കിട്ടും. 32ൽ നിന്ന് വീണ്ടും 11 കുറയ്ക്കുക, എത്ര കിട്ടും? 21 ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 ടൈംസ് എഴുതാം. ഫസ്റ്റ് 5 ടൈംസ് ഈസ് ഈക്വൽ ടു 21, 32, 43, 54, 65. ഓക്കെ, അതിൻ്റെ ആൻസറായി. സിമ്പിൾ പ്രോബ്ലംസ് ആണ് എല്ലാം. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് പ്രോബ്ലത്തിലേക്ക് പോകാം. തേർഡ് ടൈം എത്രയാണ്? T3 ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ, T5 ആണ് എന്തെങ്കിലും അല്ലേ. T5 ഈസ് ഈക്വൽ എത്രയാണ്? 3 ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം അല്ലേ. കോമൺ ഡിഫറൻസ് ഈസ് ഈക്വൽ ടു D ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് അല്ലേ.
അപ്പോൾ ടേംസ് ഇതാണ് ടേംസ് അല്ലേ, ടേംസിൻ്റെ 3 - 2 ഡിവൈഡഡ് ബൈ 5 - 3 അല്ലേ, 5 - 3. ഓക്കെ, 3 - 2 എന്ന് പറയുന്നത് എത്രയാണ്, 1 ആണ്. 5 - 3 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി, 1/2 അഥവാ ഹാഫ് അല്ലെ, അര എന്ന് കിട്ടി. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് സീക്വൻസ് ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് ടൈം അറിയില്ല, സെക്കൻഡ് ടൈം അറിയില്ല, തേർഡ് ടൈം എത്രയാണ്, 2 ആണ്, ഫോർത്ത് ടൈം അറിയില്ല, ഫിഫ്ത്ത് ടൈം എത്രയാണ്, 3 ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി, ഹാഫ് എന്ന് കിട്ടി അല്ലേ. 3യിൽ നിന്ന് വീണ്ടും ഹാഫ് കുറച്ചാൽ മതി അല്ലേ, അല്ലെങ്കിൽ 2ൽ നിന്ന് ഹാഫ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും, 2.5 എന്ന് കിട്ടും, 2.5. ഓക്കെ അപ്പോൾ ഇവിടെയാണെങ്കിൽ 2ൽ നിന്ന് വീണ്ടും ഹാഫ് കുറയ്ക്കുക, അത് 2ൽ നിന്ന് അര കുറച്ച് എത്രയാണ്, 1/2, അതായത് 1.5 കിട്ടി. ഓക്കെ ആക്ച്വലി 1.5 എന്ന് പറയും അല്ലേ, 1.5യിൽ നിന്ന് വീണ്ടും അര കുറച്ചാൽ അല്ലേ, കോമൺ ഡിഫറൻസ് ഹാഫ് അല്ലേ, അപ്പോൾ ഹാഫ് കുറച്ച് എത്ര കിട്ടും, 1 കിട്ടും. ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് 5 ടേംസ് എഴുതാം. ഓക്കെ അതായത് ഫസ്റ്റ് 5 ടേംസ് ഈക്വൽ ടു 1 1/2 2 1/2 3. ഓക്കെ അപ്പോൾ അതിൻ്റെ ആൻസറുമായി. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് ഫോർത്ത് പ്രോബ്ലത്തിലേക്ക് വിടാം. അതായത് ഫിഫ്ത്ത് ടേം 8 ആണ്. ഓക്കെ T5 ഈസ് ഈക്വൽ ടു 8. ഓക്കെ പിന്നെ 9th ടേം അതായത് T9 ഈസ് ഈക്വൽ ടു 10. ഓക്കെ ഫിഫ്ത്ത് ടൈം കഴിഞ്ഞിട്ട് പിന്നെ 9th ടൈം വന്നേക്കണേ. ഓക്കെ അപ്പോൾ അവിടെ തീർച്ചയായും 2ൽ കൂടുതൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ കേസിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാണ്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ, ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഓക്കെ അപ്പോൾ എഴുതാം, ടേം ഡിഫറൻസ് പറയുമ്പോൾ 9th പൊസിഷൻ കിടക്കുന്ന ടൈം എത്രയാണ്, 10. ഓക്കെ 10 മൈനസ് 5th പൊസിഷൻ കിടക്കുന്ന ടൈം എത്രയാണ്, 8. ഓക്കെ 8 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ല, 9 - 5 അല്ലേ, 9 - 5. ഓക്കെ 10 - 8 എന്ന് പറഞ്ഞാൽ 2 ആണ്, 9 - 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണ്. ഓക്കെ 2/4ന് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1/2 എന്ന് കിട്ടും അല്ലേ. ഓക്കെ അപ്പോൾ നമുക്ക് ടേംസ് ഒന്ന് എഴുതി നോക്കാം. ഫസ്റ്റ് ടൈം അറിയില്ല, സെക്കൻഡ് ടൈം അറിയില്ല, തേർഡ് ടൈം അറിയില്ല, ഫോർത്ത് ടൈം അറിയില്ല, ഫിഫ്ത്ത് ടൈം ഈസിക്കൽ 8 ആണ്. ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് 5 ടൈംസ് ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ അപ്പോൾ നമ്മൾ 9th ടൈം വരെ തന്നിട്ടുണ്ട്, അവിടെ വരെ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ അപ്പോൾ ഇവിടുന്ന് 1/2 കുറച്ചാൽ മതി. ഓക്കെ അതായത് 8ൽ നിന്ന് 1/2 കുറച്ചാൽ നമുക്ക് ഈ ടൈം കിട്ടും അല്ലേ. അപ്പോൾ അതായത് ഫോർത്ത് ടൈം എത്രയാണ്, 7 1/2 അല്ലേ, 7.5. ഓക്കെ 7ൽ നിന്ന് വീണ്ടും 1/2 കുറച്ചാൽ 7 കിട്ടും, 7ൽ നിന്ന് വീണ്ടും 1/2 കുറച്ചാൽ 6.5 കിട്ടും, 6.5ൽ നിന്ന് വീണ്ടും 1/2 കുറച്ചാൽ 6 കിട്ടും. ഓക്കെ അതായത് ഫസ്റ്റ് 5 ടൈംസും ആയി. ഓക്കെ അപ്പോൾ അതിൻ്റെ ആൻസറും നമ്മൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ അതായത് ഫസ്റ്റ് 5 ടൈംസ് നമുക്ക് കിട്ടി. ഓക്കെ ഇനി അടുത്ത് ഫിഫ്ത്ത് പ്രോബ്ലം ആണ്. ഫിഫ്ത്ത് ടൈം 7 അതായത് T5 ഈസ് ഈക്വൽ ടു 7 ആണ്. 7th ടൈം അതായത് T7 ഈസ് ഈക്വൽ ടു 5 ആണ്. ഓക്കെ അപ്പോൾ ഈ പ്രോബ്ലം ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ അതായത് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് അല്ലേ, പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ എല്ലാവർക്കും തെറ്റിപ്പോകുന്നത്, നിങ്ങൾ ടേം ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾ 7ൽ നിന്ന് 5 കുറച്ച് വയ്ക്കും. ഓക്കെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, കാരണം ഈ 7th പൊസിഷനിൽ കിടക്കുന്ന ടേം 5 ആണ്. ഓക്കെ അതായത് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ടേം 5 ആണ്, ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഫിഫ്ത്ത് ടേം ആണ് എത്ര 7. അതായത് ഞാനൊന്ന് എഴുതി കാണിക്കാം. ഫസ്റ്റ് ടൈം അറിയില്ല, സെക്കൻഡ് ടൈം അറിയില്ല, തേർഡ് ടൈം അറിയില്ല, ഫോർത്ത് ടൈം അറിയില്ല, ഫിഫ്ത്ത് ടൈം 7. ഓക്കെ 6th ടൈം അറിയില്ല, 7th ടൈം 5. ഓക്കെ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 7ൽ നിന്ന് 5 കുറയ്ക്കരുത് ഒരിക്കലും. ഓക്കെ 5ൽ നിന്ന് വേണം 7 കുറയ്ക്കാൻ. ഓക്കെ അത് 5 - 7. ഓക്കെ അത് 5 - 7 ചെയ്യുക, ഡിവൈഡഡ് ബൈ 7 - 5. ഓക്കെ 7 - 5. ഓക്കെ അപ്പോൾ എത്ര കിട്ടും, 5 - 7 എന്ന് പറഞ്ഞാൽ -2 ആണ്. ഓക്കെ 7 - 5 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ -2 ഡിവൈഡ് ബൈ 2, 2 ഡിവൈഡ് ബൈ 2 1 ആണെങ്കിൽ -2 ഡിവൈഡ് ബൈ 2 എത്രയായിരിക്കും, -1 ആയിരിക്കും. ഓക്കെ അപ്പം കോമൺ ഡിഫറൻസ് എത്ര കിട്ടി, -1 കിട്ടി. ഫസ്റ്റ് 5 ടേംസേ ചോദിച്ചിട്ടുള്ളൂ, നമുക്ക് ഇങ്ങോട്ട് ചിന്തിക്കാനേ പോകണ്ട. ഓക്കെ അപ്പോൾ ഇതിന് ബാക്കിലോട്ടുള്ള ടേംസ് കിട്ടിയാൽ മതി, ഇങ്ങോട്ട് വെറുതെ എഴുതി വെച്ചത് തെറ്റൊന്നുമല്ല, നമുക്ക് ഇങ്ങോട്ട് ബാക്കിലോട്ടുള്ള ടേംസ് ആവശ്യമുള്ളൂ. ഓക്കെ അപ്പോൾ നമ്മുടെ ഇവിടെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗറ്റീവാണ്, -1 ആണ് കിട്ടിയത്. ഓക്കെ അതായത് ഫോർത്ത് ടേമിൽ നിന്ന് 1 കുറച്ചപ്പോഴാണ് ഈ ടേം കിട്ടുന്നത്. ഓക്കെ അപ്പോൾ ഇവിടുന്ന് ഈ ടേം കിട്ടാൻ എന്ത് ചെയ്യണം, 1 ആഡ് ചെയ്താൽ. ഓക്കെ അപ്പോൾ 8 വീണ്ടും 1 ആഡ് ചെയ്ത് എത്രയാണ്, 9 വീണ്ടും 1 ആഡ് ചെയ്ത് 10 വീണ്ടും 1 ആഡ് ചെയ്തു 11. അതായത് മൈനസ് അല്ല, കുറഞ്ഞു പോണ സീക്വൻസ് ആണ്. ഓക്കെ 11ൽ നിന്ന് 1 മൈനസ് ചെയ്തു 10 കിട്ടി, 10ൽ നിന്ന് 1 മൈനസ് ചെയ്തു 9 കിട്ടി അല്ലേ. അങ്ങനെയാണ് സീക്വൻസ് പോകുന്നത്. ഓക്കെ അപ്പോൾ ഫസ്റ്റ് 5 ടൈംസ് ഈക്വൽ ടു എത്രയാണ്, 11 10 9 8 7. ഓക്കെ 7. ഓക്കെ അത്രേ ഉള്ളൂ. ഈ ടൈം കണ്ടുപിടിക്കുക അല്ലേ, വേണമെങ്കിൽ ജസ്റ്റ് ഈ ടൈം കൂടെ കണ്ടുപിടിക്കുക, എത്രയാണ്, 6 ആണ്. ഓക്കെ 1 മൈനസ് ചെയ്യുക. ഓക്കെ അപ്പോൾ പേജ് നമ്പർ 50ലെ ഫുൾ പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്.